ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് മാത്യു കുഴൽനാടന് തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് വിജിലൻസ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. വിവരങ്ങളുമായി ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇനി തിരിച്ചടിയേറ്റ വാർത്തയുമായി വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഒരു തെളിവുമില്ലാതെയാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ആരോപണം ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കേസ് എടുക്കേണ്ടതില്ല, മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും മാത്യു കുഴൽനാടൻ നമുക്കറിയാം ഈ ഒരു CMRL വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഓരോ ദിവസവും വെളിപ്പെടുത്തൽ നടത്തുന്നു. പക്ഷേ അതിന്റെയൊക്കെ മുനയൊടിയുന്നതാണ് ഓരോ നിമിഷങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം വിജിലൻസിലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതിലാണിപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് ഇന്നിപ്പോൾ കോടതിയിൽ, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ ഇതിൽ പറയുന്ന മാത്യു കുഴൽനാടന്റെ പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ തെളിവുകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ തുടർവാദത്തിന് വേണ്ടി കേസ് ഇപ്പോൾ ഈ മാസം 27ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും മാത്യു കുഴൽനാടൻ ഉന്നയിച്ച വാദങ്ങൾ അതെല്ലാം പൊള്ളയാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം പല രേഖകളും ഹാജരാക്കുന്നു, അതിലൊന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് എന്നുള്ളത് അതിന്റെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ പൊളിയുന്ന രീതിയിൽ അതിന്റെ ഒരു സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിന് പിന്നാലെയായിരുന്നു വിജിലൻസിനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിജിലൻസും മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഷീജ, തീർച്ചയായും ഈ മാത്യു കുഴൽനാടൻ ഓരോ ദിവസവും ഉണ്ടയില്ല വെടി പോലെ ഓരോ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തെളിവ്, ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ മിനിമം ഒരു തെളിവ്, ഏറ്റവും പ്രാഥമികമായ ഒരു തെളിവ് വേണം. ഒരാൾ ഇന്ന കുറ്റം ചെയ്തു എന്നുള്ളതിന് തെളിവ് വേണം. ഇവിടെ മാത്യു കുഴൽനാടൻ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഓരോരോ ആരോപണങ്ങൾ, ആദ്യം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പിന്നീട് CMRലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, നിരന്തരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഒരു തെളിവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ പ്രഥമദൃഷ്ട്യാ തന്നെ തള്ളിക്കളയേണ്ട കേസുകളാണ് ഈ കുഴൽനാടൻ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്, കേസെടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത്. തീർച്ചയായും സിജു, അത് തന്നെയാണ്. കാരണം മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ, മാത്യു കുഴൽനാടൻ കഴമ്പില്ലാത്ത കാര്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് മാത്യു കുഴൽനാടൻ ഓരോ ദിവസവും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിന് പിന്നാലെ അതെല്ലാം പൊളിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം കൈരളി ന്യൂസ് അടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സഹിതം വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. നിയമമന്ത്രി P രാജീവ് അടക്കം അതിന്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ആ രീതിയിൽ നിൽക്കത്തള്ളിയില്ലാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെ സമീപിക്കുന്ന ഒരു നടപടി മാത്യു കുഴൽനാടന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിലും മാത്യു കുഴൽനാടൻ മതിയായിട്ടുള്ള ഒരു രേഖയും തെളിവും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. അതുകൊണ്ട് ഈ പരാതി നിലനിൽക്കുന്നതല്ല. ഈ പരാതി നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടതില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നൽകിയത്.